ഹായ് എവരി വൺ, വെൽക്കം ടു മൈ ചാനൽ. സോ ഞാനിവിടെ എക്സസൈസൊക്കെ കവർ ചെയ്തിട്ടുണ്ട് ഫസ്റ്റ് പാർട്ടിൽ. ഇനി നമുക്ക് എം ടി സെറ്റ് എന്ന് പറഞ്ഞ ടോപ്പിക്ക് തുടങ്ങാം. എം ടി സെറ്റ്, എ സെറ്റ് വിച്ച് ഡസ് നോട്ട് കണ്ടെയ്ൻ എനി എലമെൻറ്റ് ഈസ് കോൾഡ് എം ടി സെറ്റ് ഓർ നൾ സെറ്റ് ഓർ വോയിഡ് സെറ്റ്. ഒരു സെറ്റിൽ ഒരു എലമെൻറ്റും ഇല്ലെങ്കിൽ അതിന് നമ്മൾ എം ടി സെറ്റ് എന്ന് പറയും. എം ടി സെറ്റ് ഓർ നൾ സെറ്റ് ഓർ വോയിഡ് സെറ്റ്, ഇങ്ങനെ 3 നെയിം പറയും. ഇറ്റ് ഡിനോട്ടഡ് ബൈ ദ സിമ്പിൾ ഫൈ ഓർ ബ്രേസ് ഓപ്പൺ ചെയ്ത് ക്ലോസ് ചെയ്തിടുക. അപ്പോൾ ആ സെറ്റിൽ നമ്മൾ എന്ത് ചെയ്തത്, ഒരു എലമെൻറ്റും എഴുതിയില്ലെങ്കിൽ അതൊരു എം ടി സെറ്റ് ആവും. അല്ലെങ്കിൽ ഈ സിമ്പിൾ യൂസ് ചെയ്യുക, ഒന്നില്ലെങ്കിൽ നമ്മൾ ഈ സിമ്പിൾ യൂസ് ചെയ്യുക, അല്ലെങ്കിൽ ഈ സിമ്പിൾ യൂസ് ചെയ്യുക. അപ്പോൾ ഒരു എലമെൻറ്റും ഇല്ലെങ്കിൽ അതിന് നമ്മൾ എം ടി സെറ്റ് എന്നായിരിക്കും പറയുക. അപ്പോൾ എക്സാമ്പിൾ, ലെറ്റ് എ ഈക്വൽ ടു എക്സ് സച്ച് ദാറ്റ് 1 ലെസ് ദാൻ എക്സ് ഗ്രേറ്റർ ദാൻ 2. ഓക്കെ, ഇവിടെ ഒന്നെന്ന് പറഞ്ഞാൽ എക്സിൻ്റെ വാല്യൂ ഒന്നിനേക്കാളും ചെറുതും രണ്ടിനേക്കാളും, അപ്പോൾ ഒന്നിൻ്റെയും രണ്ടിൻ്റെയും ഇടയിലുള്ള നാച്ചുറൽ നമ്പറാണ് ഇതിൽ ചോദിച്ചേക്കുന്നത്. അപ്പോൾ ഇതൊരു എം ടി സെറ്റാണ്. കാരണം 1ൻ്റെയും 2ൻ്റെയും മിഡിലായിട്ട് നമുക്ക് ഒരു നാച്ചുറൽ നമ്പേഴ്സും വരുന്നില്ല. സോ ഇതെന്തായിരിക്കും, ഇതൊരു എം ടി സെറ്റായിരിക്കും. ദ നെക്സ്റ്റ് എക്സാമ്പിൾ, ലെറ്റ് c equal to x such that x is an even prime number greater than 2. even prime number greater than 2. അപ്പോൾ 2-നേക്കാളും ഈ ഗ്രേറ്റർ ആയിട്ടുള്ള ഈവൻ പ്രൈം നമ്പർ ഇല്ല. ആകെ ഒരു ഈവൻ പ്രൈം നമ്പർ ഉള്ളൂ, അത് 2 മാത്രമേ ഉള്ളൂ. സോ ഇവിടെ ഇതെന്താണ്, നമുക്ക് അതൊരു സെറ്റാക്കി എഴുതാൻ പറ്റില്ല. കാരണം അതെന്താണ്, അതൊരു എം ടി സെറ്റാണ്. ബിക്കോസ് 2 ഈസ് ഓൺലി ഈവൻ പ്രൈം നമ്പർ. ദ നെക്സ്റ്റ്, let d equal to x such that x square equal to 4, x is odd. ഇവിടെ x square equal to 4, അപ്പോൾ എക്സിൻ്റെ വാല്യൂ എത്ര ആയിരിക്കും, എക്സ് 2 ആയിരിക്കും. കാരണം 4ൻ്റെ റൂട്ടായിരിക്കും. അപ്പോൾ 2 ആയിരിക്കും ആൻസർ. അപ്പോൾ 2 ഓഡാണോ ഈവൻ ആണോ, 2 എന്താണ്, ഈവൻ നമ്പറാണ്. സോ അപ്പോൾ അതൊരു എം ടി സെറ്റ് അല്ലേ. ഇതിൻ്റെ ആൻസർ എന്തായാലും 2 ആണ് വരിക. 2 എന്തായിരിക്കും, ഈവൻ നമ്പറാണ്, ഓഡ് നമ്പർ അല്ല. അപ്പോൾ ഡി ഈസ് ദി എം ടി സെറ്റ് ബിക്കോസ് ഇക്വേഷൻ എക്സ് സ്ക്വയർ ഈക്വൽ ടു 4 ഈസ് നോട്ട് സാറ്റിസ്ഫൈഡ് ബൈ എനി ഓഡ് വാല്യൂ ഓഫ് എക്സ്. എക്സ് എന്ന് പറഞ്ഞ വാല്യൂ എന്തില്ല, ഒരു ഈവൻ നമ്പർ ആയതുകൊണ്ട് ഈ ഇക്വേഷൻ എന്തായിരിക്കില്ല, സാറ്റിസ്ഫൈ ചെയ്യില്ല. നെക്സ്റ്റ് ടോപ്പിക്, ഫൈനൈറ്റ് ആൻഡ് ഇൻഫൈനൈറ്റ് സെറ്റ്. A set which is empty or consists of a definite number of element is called finite. അതായത് ഒരു സെറ്റിൽ ഒന്നില്ലെങ്കിൽ എം ടി ആയിരിക്കും, അല്ലെങ്കിൽ എന്തായിരിക്കും, ഒരു ഡെഫിനിറ്റ് നമ്പർ ആ സെറ്റിലുണ്ടാകും. ഡെഫിനിറ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ആ ഒരു നമ്പർ മാത്രമേ ആ സെറ്റിൽ വരുള്ളൂ, വേറൊരു നമ്പറും എന്തില്ല, ആ സെറ്റിൽ വരില്ല. അങ്ങനെയാണെങ്കിൽ അതിനെന്തായിരിക്കും, ഫൈനൈറ്റ് സെറ്റ് ആയിരിക്കും. ഇനി ഇൻഡെഫിനിറ്റ് നമ്പേഴ്സ്, അതായത് അൺലിമിറ്റഡ് ആയിരിക്കും നമ്പേഴ്സ്, കുറേ നമ്പേഴ്സ് ഉണ്ടാകും, പിന്നെ ആ സെറ്റ് എം ടിയോ അല്ല, അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും, അത് ഇൻഫൈനൈറ്റ് സെറ്റ് ആയിരിക്കും. ഓക്കെ, നമുക്ക് എക്സാമ്പിൾ 6 നോക്കാം. സ്റ്റേറ്റ് വിച്ച് ഓഫ് ദി ഫോളോയിങ് സെറ്റ് ആർ ഫൈനൈറ്റ് ഓർ ഇൻഫൈനൈറ്റ്. ഇവിടെ നമുക്ക് ഫൈനൈറ്റ് സെറ്റാണോ ഇൻഫൈനൈറ്റ് സെറ്റാണോ നോക്കണം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, എക്സ് സച്ച് ദാറ്റ് എക്സ് ബിലോങ്സ് ടു എൻ ആൻഡ് എക്സ് മൈനസ് 1 ഇൻറ്റു എക്സ് മൈനസ് 2 ഈക്വൽ ടു 0. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പോൾ എക്സ് മൈനസ് 1 ഇൻറ്റു എക്സ് മൈനസ് 2 ഈക്വൽ ടു 0. ഇത് എന്താണെന്ന്, ഫൈനൈറ്റ് ആണോ ഇൻഫൈനൈറ്റ് ആണോ എന്ന്. അപ്പോൾ ഇത് എക്സ് മൈനസ് 1 എന്ന് പറഞ്ഞാൽ എക്സ് എത്ര ആയിരിക്കും, എക്സ് ഈക്വൽ ടു 1 ആയിരിക്കും. എക്സ് മൈനസ് 2 എന്ന് പറഞ്ഞാൽ എക്സ് ഈക്വൽ ടു 2 ആയിരിക്കും അല്ലേ. അപ്പോൾ ഇതിൽ ഈ സെറ്റിൽ എത്ര നമ്പർ, ഈ നാച്ചുറൽ നമ്പർ ഏതാ വരിക, 1ഉം 2 അല്ലേ വരുള്ളൂ. അപ്പോൾ ഇതിൽ വേറൊരു നമ്പറും വരില്ല. അപ്പോൾ ഇതെന്താണിത്, ഡെഫിനിറ്റ് നമ്പറാണ്. അപ്പോൾ ഇതെന്തായിരിക്കും, ഇത് ഫൈനൈറ്റ് സെറ്റ് ആയിരിക്കും. The next, x such that x belongs to n and x square equal to 4. ഇവിടെ എക്സ് എന്ന് പറഞ്ഞാൽ ഒരു നാച്ചുറൽ നമ്പറാണ്. എക്സ് സ്ക്വയർ ഈക്വൽ ടു 4, എക്സ് ഈക്വൽ ടു √4 ഈക്വൽ 2. ഈ 2 എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, ഒരു ഫിനിറ്റ് നമ്പർ ആയിരിക്കും. അപ്പോൾ ഫൈനൈറ്റ്, ഇതെന്തായിരിക്കും, ഇത് ഫൈനൈറ്റ് സെറ്റ് ആയിരിക്കും. ഓക്കെ, നെക്സ്റ്റ് എക്സാമ്പിൾ, x such that x belongs to n and 2x minus 1 equal to 0. ഇത് 2x ഇതൊരു നാച്ചുറൽ നമ്പറാണ്. 2x minus 1 equal to 0. 2x എന്തായിരിക്കും, 2x equal to 1. സോ എക്സിൻ്റെ വാല്യൂ 1/2. 1/2 എന്ന് പറയുമ്പോൾ 0.5 ആണ് ആൻസർ വരുന്നത്. ഈ 0.5 എന്ന് പറയുന്നത് എന്താണ്, 0.5 എന്ന് പറഞ്ഞാൽ നാച്ചുറൽ നമ്പർ അല്ലല്ലോ. അപ്പോൾ ഇതൊരു നാച്ചുറൽ നമ്പർ അല്ലാത്തതുകൊണ്ട് നമ്മളോട് സെറ്റിൽ ഇതിൽ പറഞ്ഞേക്കുന്ന കണ്ടീഷൻ ഇത് നാച്ചുറൽ നമ്പർ ആണെന്ന്. ഇതൊരു നാച്ചുറൽ നമ്പർ അല്ല ഇത്. അപ്പോൾ ഇതെന്തായിരിക്കും, ഇതൊരു എം ടി സെറ്റ് അല്ലെങ്കിൽ വോയിഡ് സെറ്റ് ആയിരിക്കും. അപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്, എം ടി സെറ്റ് ആണെങ്കിൽ അത് ഫൈനൈറ്റ് സെറ്റ് ആയിരിക്കും. അപ്പോൾ ഇതെന്തായിരിക്കും, ഇത് ഫൈനൈറ്റ് സെറ്റ്. ഓക്കെ,
നെക്സ്റ്റ് എക്സ് സച്ച് ദാറ്റ് എക്സ് ബിലോങ്സ് ടു എൻ ആൻഡ് ഈസ് പ്രൈം. ഇത് ഒരു പ്രൈം നമ്പർ ആണെന്ന് പറയുന്നത്. പ്രൈം നമ്പർ നമുക്ക് 2, 3 അങ്ങനെ എക്സിറ്റർ ആയിട്ട് പോകുന്നുണ്ട്. അപ്പോൾ ഇത് ഫൈനൈറ്റ് അല്ല. അപ്പോൾ ഇതെന്തായിരിക്കും? ഇത് ഇൻഫൈനൈറ്റ് സെറ്റ് ആയിരിക്കും. The next example, x such that x belongs to n and x is odd. ഇവിടെ x എന്ന് പറഞ്ഞ വാല്യൂ നാച്ചുറൽ നമ്പർ ആണ്, അതേപോലെ തന്നെ ഓഡ് നമ്പറും ആണ്. ഇത് ഓഡ് നമ്പർ ആണെങ്കിൽ നമുക്ക് കുറച്ചൊന്നായിരിക്കുമല്ലോ ഓഡ് നമ്പർ ഉണ്ടാവുക, ലിമിറ്റ് ഉണ്ടില്ലല്ലോ, അൺലിമിറ്റഡ് ആണ്. അങ്ങനെയാണെങ്കിൽ ഇതെന്തായിരിക്കും? ഇൻഫൈനൈറ്റ് സെറ്റ് ആയിരിക്കും. ഓക്കെ. The next topic, equal set. Two set have exactly the same element. രണ്ട് സെറ്റിന് എന്താണ്? സെയിം എലമെൻ്റ് ആണ്. അങ്ങനെയാണെങ്കിൽ അതിന് നമുക്ക് ഈക്വൽ സെറ്റ് എന്ന് പറയാം. അതായത് ഒരു സെറ്റിലും മറ്റേ സെറ്റിലും എന്താണ്? സെയിം എലമെൻ്റ് ആണെങ്കിൽ അതിനെ ഈക്വൽ സെറ്റ് എന്ന് പറയാം. ഇഫ് ടു സെറ്റ് ഹാവ് എക്സാക്ട്ലി ദ സെയിം എലമെൻറ്റ് വി റൈറ്റ് എസ് എ ഈക്വൽ ടു ബി. ഇപ്പോൾ എ എന്ന് പറഞ്ഞ സെറ്റിലും ബി എന്ന് പറഞ്ഞ സെറ്റിലും സെയിം എലമെൻ്റ് ആണെങ്കിൽ നമ്മൾ എങ്ങനെ എഴുതും? എ ഈക്വൽ ടു ബി. അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? അതർവൈസ് വി റൈറ്റ് എസ് എ നോട്ട് ഈക്വൽ ടു ബി. അല്ലെങ്കിൽ നമ്മൾ എ നോട്ട് ഈക്വൽ ടു ബി എന്ന് എഴുതും. ഇതിൻ്റെ ഒരു എക്സാമ്പിൾ നോക്കിട്ടാ. ഇപ്പോൾ എ എന്ന് പറഞ്ഞ സെറ്റിൽ എ ഈക്വൽ ടു 1, 2, 3, 4. അതേപോലെ ബി എന്ന് പറഞ്ഞ സെറ്റിൽ 3, 1, 4, 2 ഇങ്ങനെയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നോക്ക്, ഇവിടെ 1, 2, 3, 4, ഇവിടെ 3, 1, 4, 2 ഈ സെയിം എലമെൻ്റ് ആണ് ഇതിലും വന്നിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്തെന്ന് പറയാം? എ ഈക്വൽ ടു ബി എന്ന് പറയാം. ഇനി ഇതേപോലെ വേറൊരു എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ എ ഈക്വൽ ടു 1, 2, 3, ബി ഈക്വൽ ടു 2, 2, 1, 3. അങ്ങനെയാണെങ്കിലോ ഇത് എ ബിയും ഈക്വൽ ആണോ? എ ഈക്വൽ ടു ബി ആണോ ഇത്? അങ്ങനെ നോക്കാം. എയിലുള്ള എലമെൻറ്റ് സെയിം എലമെൻ്റ് ആണോ ബിയിലുള്ളതെന്ന് നോക്കാം. ഇവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇപ്പോൾ 1, 2, 3 ബിയിലാണെങ്കിൽ 2, 2, 1, 3, 3 ആണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഇതിലുള്ള സെയിം എലമെൻ്റ് ആണ് ബിയിലും വന്നിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും? എ ഈക്വൽ ടു ബി ആയിരിക്കും. The next, a set does not change if one or more element of set are repeated. അതാണ് ഇവിടെ പറയുന്നത്. ഇതിൻ്റെ എക്സാമ്പിളാണ് ഞാനിവിടെ എഴുതിയത് കേട്ടോ. a set does not change if one or more element of the set are repeated. ഇപ്പം ഇതിലിപ്പോൾ റിപ്പീറ്റ് ചെയ്ത് ഈ എലമെൻറ്റ് തന്നെയാണ് ഇവിടെ റിപ്പീറ്റ് ചെയ്ത് വന്നത്. അങ്ങനെയാണെങ്കിൽ എന്തില്ല? സെറ്റ് ഈക്വൽ സെറ്റ് തന്നെ ആയിരിക്കും. ആ സെറ്റിന് വ്യത്യാസമൊന്നുമില്ല. എക്സാമ്പിൾ 7. Find the pairs of equal set if any give reason. ഇവിടെ a equal to set 0, b equal to x such that x greater than 15 and less than 5, c equal to x such that x minus 5 equal to 0, d equal to x such that x square equal to 25, e equal to x such that x is an integral positive root of the equation x square minus 2x minus 15 equal to 0. ഇവിടെ നമ്മൾ ഈക്വൽ സെറ്റ് ഏതാണെന്ന് കണ്ടുപിടിക്കണം. ഇതിൽ എ ബി സി ഡി ഇയിൽ ഏതോ ഒരു പെയർ എന്താണ്? ഈക്വൽ സെറ്റ് ആണ്. അത് നമ്മൾ കണ്ടുപിടിക്കണം. സോ നമുക്ക് നോക്കാം. ഇവിടെ എ എന്ന് പറയുന്നത് എന്തിട്ടാ? എ എന്ന് പറഞ്ഞാൽ ഇവിടെ 0 ആണ്. ബി എന്ന് പറയുന്നത് എക്സ് സച്ച് ദാറ്റ് എക്സ് എന്താണ്? 15നേക്കാളും വലിയൊരു നമ്പറും 5നേക്കാളും ചെറിയൊരു നമ്പറും. അങ്ങനെ ഒരു നമ്പർ ഇല്ല. 15നേക്കാളും വലുതും 5നേക്കാളും ചെറുതുമായിട്ടുള്ളൊരു വാല്യൂ ഇല്ല. സോ അതെന്താണ്? ഒരു നമ്പർ ഇല്ല. അപ്പോൾ ഇതെന്തായിരിക്കും? ബി എന്ന് പറയുന്നത് എംപ്റ്റി സെറ്റ് ആയിരിക്കും. നെക്സ്റ്റ് സി എക്സ് സച്ച് ദാറ്റ് എക്സ് മൈനസ് 5 ഈക്വൽ ടു 0. അപ്പോൾ എക്സ് മൈനസ് 5 ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ എക്സ് എന്തായിരിക്കും? എക്സ് ഈക്വൽ ടു 5 ആയിരിക്കും. നെക്സ്റ്റ് ഡി എന്തായിരിക്കും? ഡി ഈക്വൽ ടു എക്സ് സ്ക്വയർ ഈക്വൽ ടു 25. എക്സിൻ്റെ വാല്യൂ എക്സ് സ്ക്വയർ ഈക്വൽ ടു 25. അപ്പോൾ എക്സിൻ്റെ വാല്യൂ എന്തായിരിക്കും? എക്സ് സ്ക്വയർ ഈക്വൽ ടു 25. സോ എക്സ് ഈക്വൽ ടു റൂട്ട് 25. ഇവിടെ പ്ലസ് ഓർ മൈനസ് റൂട്ട് 25. അപ്പോൾ ഇതിൻ്റെ പോസിറ്റീവ് 5ഉം നെഗറ്റീവ് 5ഉം ആൻസർ വരാം. ദെൻ ഇ x such that x is an integral positive root of the equation x square minus 2x minus 15. ഇവിടെ x square minus 2x minus 15 equal to 0. ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം? ഇതിന് പോസിബിൾ ആയിട്ടുള്ള രണ്ട് നമ്പർ കണ്ടുപിടിക്കണം. സൊല്യൂഷൻ സെറ്റാണിത്. അപ്പോൾ ഇത് നോക്കിയേ. ഇവിടെ പ്രോഡക്റ്റ് -15 കിട്ടണം. പ്രോഡക്റ്റ് -15ഉം
സമ്മ് എത്ര കിട്ടണം? -2 കിട്ടണം. അപ്പോൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ -15 കിട്ടണം, സം ചെയ്യുമ്പോൾ -2 കിട്ടണം. സോ അങ്ങനെ ഏത് നമ്പറാണെന്ന് നോക്കാം നമുക്ക്. സോ ഇതിന് പോസിബിൾ ആണ് ഏതായിരിക്കും നമ്പർ ഉണ്ടാവുക നോക്കി നോക്കാം. -5 ഇൻറ്റു 3 ചെയ്ത് നോക്കാം. 3 -5 ഇൻറ്റു 3 എത്രയാണ്? -15. നെക്സ്റ്റ് -2 കിട്ടണം സമ്മ്. ഇങ്ങനെ ചെയ്താൽ നമുക്ക് -2 തന്നെ കിട്ടും. -5 പ്ലസ് എത്ര 3, അപ്പോൾ എത്ര കിട്ടും? -2 കിട്ടും. അപ്പോൾ ഇതെന്തായിരിക്കും? ഇത് സെറ്റ് അല്ല, നമുക്ക് കിട്ടിയ ആൻസർ. പ്രോഡക്റ്റ് -15 കിട്ടി, സമ്മ് -2 കിട്ടി. അപ്പോൾ therefore എക്സിൻ്റെ വാല്യൂ എത്ര ആയിരിക്കും? x -5 = 0, x = 5. ഇവിടെ x + 3 = 0, x = -3. അപ്പോൾ 5ഉം -3ഉം ആണ് നമ്മളുടെ ഇന്റഗ്രൽ ഇതിൽ റൂട്ട് ഓഫ് ഇക്വേഷൻ്റെ റൂട്ട്. അപ്പോൾ ഇതിൽ പോസിറ്റീവ് റൂട്ട് ഏതാണ്? ഇവിടെ 5 മാത്രമേ പോസിറ്റീവ് റൂട്ട് ഉള്ളത്. ഇതിൽ ഏതായിരിക്കും ഈക്വൽ സെറ്റ് ആയിട്ട് വരാം? നമുക്ക് 5 എന്ന് പറഞ്ഞൊരു വാല്യൂ കിട്ടിയിട്ടുണ്ട് സിയിലാണ്. അപ്പോൾ ഇതായിരിക്കും പോസിറ്റീവ് റൂട്ടായിട്ട് 5 വന്ന്. അപ്പോൾ എങ്ങനെയായിരിക്കും ഈക്വൽ സെറ്റ് വരാം? സിയും ഇയും. അപ്പോൾ C = E ആയിരിക്കും എന്ത്? ഈക്വൽ സെറ്റ് ആയിട്ട് വരുന്ന പെയർ. ഓക്കെ, then next question, example 8, which of the following pairs of the set are equal? Justify your answer. ഇവിടെ എന്താണ് ഏത് പെയർ ഓഫ് സെറ്റ് ആണ് ഈക്വൽ എന്ന്? ഇവിടെ ഫസ്റ്റ് നമുക്ക് തന്നിട്ടുണ്ട് x the set of letters in alloy and b the set of letters in loyal. ഇവിടെ ഇത് ഈക്വൽ സെറ്റ് ആണോ നോക്കണം. സോ x എന്ന് പറഞ്ഞത് എന്താണ്? x = a, l, l, o, y. x ഇവിടെ b എന്ന് പറയുന്നതോ? b = l, o, y, a, l. അപ്പോൾ ഇവിടെ x = b ആണോ അല്ലയോ എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഇവിടെ നോക്കി, ഇതിൽ വന്നേക്കുന്ന ലെറ്റേഴ്സ് തന്നെയാണ് ഇവിടെയും വന്നേക്കുന്നത്. അപ്പോൾ ഇത് എന്തായിരിക്കും? ഈക്വൽ സെറ്റ് ആയിരിക്കും. എയും എല്ലും ഓയും വൈ ഒക്കെ ഇതിലും വന്നിട്ടുണ്ട്. സോ x എന്തായിരിക്കും? x = b ആയിരിക്കും. ഏതൊക്കെ വരും? എ വരും, എല് വരും, ഒ വരും, വൈ വരും. നമ്മൾ നേരത്തെ പഠിച്ച് റിപ്പീറ്റ് ആവുന്നത് എന്തായിരിക്കും? റിപ്പീറ്റ് ആവുന്നതും വരും. നമ്മൾ നേരത്തെ പഠിച്ചില്ലേ, സെറ്റ് ഡസ് നോട്ട് ചേഞ്ച് ഇഫ് വൺ ഓർ മോർ എലമെന്റ്സ് ഓഫ് ദി സെറ്റ് ആർ റിപ്പീറ്റഡ്. റിപ്പീറ്റ് ചെയ്യുന്നത് സെറ്റിൽ വ്യത്യാസം വരില്ല. റിപ്പീറ്റഡ് ലെറ്റേഴ്സ് വന്നാലും എന്തില്ല, സെറ്റിന് ചേഞ്ചസ് വരില്ല. നെക്സ്റ്റ് a = n such that n belongs to z and n square less than or equal to 4 and b = x such that x belongs to r and x square minus 3x plus 2 = 0. ഇവിടെ എന്തിട്ടുണ്ട്? ഞാൻ പറഞ്ഞില്ലേ n എന്ന് പറഞ്ഞാൽ നാച്ചുറൽ നമ്പർ ആണെന്ന്. അതേപോലെ ഇവിടെ z എന്ന് പറഞ്ഞാൽ മാത്തമാറ്റിക്കലി നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്നത് ഇൻറ്റീജറിനെയാണ്. ഇൻറ്റീജറിനെ എക്സ്പ്രസ് ചെയ്യുന്ന ലെറ്റർ ആണ് z. സോ ഇത് സെറ്റ് ഓഫ് ഇൻറ്റീജർ ആയിരിക്കും. ഇൻറ്റീജറിൽ പറയുമ്പോൾ നെഗറ്റീവ് വാല്യൂം വരും, പോസിറ്റീവ് വാല്യൂം വരും. അപ്പോൾ ഇവിടെ a എന്ന് പറഞ്ഞ വാല്യൂ എത്ര ആയിരിക്കും? a എന്ന് പറഞ്ഞാൽ 4നേക്കാളും n എന്ന് പറഞ്ഞാൽ 4നേക്കാളും താഴെ ആയിരിക്കും. അതിന്റെ സ്ക്വയർ ആണെന്ന് പറഞ്ഞു. അങ്ങനെ വെച്ചാൽ നമുക്ക് n എന്ന് പറഞ്ഞ വാല്യൂ എന്തായിരിക്കും? ഇപ്പോൾ 1 നോക്ക്, 1 square = 1. ഇവിടെ -1 വരും, +1 വരും. ദെൻ 0. പിന്നെ എന്താ വരാ? 2 square വരും. 2 square എന്ന് പറയുമ്പോൾ പ്ലസ് ഓർ മൈനസ്. അപ്പോൾ എന്താ വരാ? 4 വരും, സോറി ഇപ്പോൾ 2 എന്ന് പറയുമ്പോൾ എന്തായാലും 2 വരും, -2 വരും, 2 വരും. അപ്പോൾ നമ്മളെ സെറ്റിൽ വരുന്ന വാല്യൂ ഏതായിരിക്കും? -2, -1, 0, 1, 2. അപ്പോൾ എന്നിൻ്റെ വാല്യൂ ആണത്. ഓക്കെ, നെക്സ്റ്റ് ബി നോക്കാം. ബിയിൽ വരുന്ന വാല്യൂ ഏതൊക്കെ നോക്കാം. b = x such that x belongs to r and x square minus 3x plus 2 = 0. ഇവിടെ r എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? റിയൽ നമ്പേഴ്സ് ആണ്. 6 റിയൽ നമ്പേഴ്സ്, z ഇൻറ്റീജർ, 6 റിയൽ നമ്പർ, n നാച്ചുറൽ നമ്പർ. ഓക്കെ, റിയൽ നമ്പർ. ഇവിടെ ഇതിന്റെ വാല്യൂ എന്തായിരിക്കും? x square minus 3x plus 2 = 0. ഇവിടെ പ്രോഡക്റ്റ് വരാ. പ്രോഡക്റ്റ് എന്ന് പറയുമ്പോൾ ഇത് രണ്ടും ഇൻറ്റു ചെയ്യുമ്പോൾ 2 കിട്ടണം. സമ്മ് വരാ -3. അപ്പോൾ ഇതിന്റെ സൊല്യൂഷൻ എന്തായിരിക്കും?
-1ഉം -2ഉം നോക്കി നോക്ക്. -1 ഇൻറ്റു -2 എന്ന് പറയുമ്പോൾ +2ഉം -1 + -2 എന്ന് പറഞ്ഞാൽ -3 ആയിരിക്കും അല്ലേ. അപ്പോൾ ഇവിടെ -1ഉം -2 ആയിരിക്കും വരാം. അപ്പോൾ x - 1 = 0, x = 1, x - 2 = 0, x = 2. അപ്പോൾ നമ്മുടെ രണ്ട് സൊല്യൂഷൻസ് 1ഉം 2ഉം. അപ്പോൾ നമ്മളെ ബിയിൽ വരുന്ന വാല്യൂ എന്തായിരിക്കും? 1, 2. അപ്പോൾ എയിൽ വരുന്ന വാല്യൂ -2, -1, 0, 1, 2. ബിയിൽ വരുന്ന വാല്യൂ 1ഉം 2ഉം. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കിയിട്ടുണ്ടെങ്കിൽ എയിലുള്ളത് തന്നെ ബിയിൽ വന്ന വാല്യൂ എയിലുണ്ട്, പക്ഷെ ഇവിടെ എന്തില്ല, ഇവിടെ 0 വന്നിട്ടുണ്ട്. 0 ഇവിടെ ഉണ്ടാ. അപ്പോൾ 0 എന്താണ്? 0 എയിലുണ്ട് പക്ഷെ ബിയിലില്ല. അങ്ങനെയാണെങ്കിൽ ഇത് ഈക്വൽ സെറ്റ് ആണോ? അല്ല. സെയിം എലമെന്റ്സ് അല്ല വന്നേക്കുന്നത്. സോ എന്താണ്, റിപ്പീറ്റ് ചെയ്യുന്നുണ്ടെങ്കിലും സെയിം എലമെന്റ്സ് അല്ല വന്നേക്കുന്നത്. അപ്പോൾ എന്താണിത്? എയും ബിയും ഈക്വൽ സെറ്റ് അല്ല. therefore എന്നിങ്ങനെ എഴുതണം. therefore A and B are not equal set. ഇതെന്തല്ല? ഈക്വൽ സെറ്റ് അല്ല. ഓക്കെ. സോ എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ പറയുക. ഞാൻ എന്തായാലും ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും. സോ താങ്ക് യു.